നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എൽ ക്ലാസിക്കോ മത്സരത്തിലെ FC ബാഴ്സലോണയെ റയൽ മാഡ്രിഡ് ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ അവസാന ഘട്ടത്തിലെ ഗോളിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഒക്ടോബറിൽ നടന്ന എൽ ക്ലാസിക്കോയിലും ബെല്ലിംഗ്ഹാമാണ് ഇതുപോലെ റയൽ മാഡ്രിഡിന്റെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. അത് തന്നെ ആവർത്തിച്ചിരിക്കുന്നു. 2 തവണ ലീഡ് എടുത്ത ബാഴ്സലോണയെയാണ് 3-2 റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. വിവാദങ്ങൾക്കൊട്ടും കുറവില്ല. അത് നമ്മൾ പറഞ്ഞു പോകേണ്ട ഒരു കാര്യം തന്നെയാണ്. ബാഴ്സലോണയുടെ ഭാഗത്ത് ജാവോ കൺസേലോയുടെ പ്രകടനം വളരെ പരിതാപകരമായി പോയത് അവർക്ക് തിരിച്ചടിയായി. അതേസമയം ലൂക്കാസ് വാസ്കസ് റയൽ മാഡ്രിഡിനായിട്ട് ഒരു പെനാൽറ്റി വിൻ ചെയ്തു. അദ്ദേഹം ഒരു ഗോൾ അടിച്ചു, ഒരു ഗോളിന് അസിസ്റ്റ് നൽകി, അങ്ങനെ മിന്നിക്കത്തി കളിക്കുകയും ചെയ്തു. എന്നാൽ ലാമിൻ യമാലിന്റെ ഷോട്ട് ഗോൾ ലൈൻ കടന്നു എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നി. പക്ഷേ വാർ ചെക്ക് ചെയ്തതിനു ശേഷം അല്ല, അത് ഗോളല്ല എന്നാണ് വിധിച്ചത്. അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ചാവിയൊക്കെ കളിക്ക് ശേഷം അതിശക്തമായിട്ട് റഫറിങ്ങിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. ലാലിഗയിൽ എന്തായാലും ഗോൾ ലൈൻ ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിലെ മറ്റ് വ്യക്തതകൾക്ക് വഴിയും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കുബാർസി ഫൗൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പെനാൽറ്റി വിധിക്കുന്നത്. അതിൽ ഫൗൾ സംഭവിച്ചിട്ടില്ല. അങ്ങോട്ട് പോയി ലൂക്കാസ് വാസ്കസ് ഹിറ്റ് ചെയ്ത് വീഴുകയായിരുന്നു, ഡൈവ് ചെയ്യുകയായിരുന്നു എന്ന് അപ്പോൾ തന്നെ ചാവി റഫറിയോട് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും പലപ്പോഴും പെനാൽറ്റി തങ്ങളുടെ ടീമിനെതിരെ വിധിക്കുമ്പോൾ പരിശീലകർ ചെയ്യുന്നതാണ്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. പെനാൽറ്റി ഉണ്ടാക്കിയെടുത്തതാണ് എന്നാണ് ബാഴ്സലോണയുടെ വാദം. അത്തരത്തിലാണ് ആരാധകരുടെ വാദം, അത്തരത്തിലാണ് ചില എക്സ്പെർട്ടുകളും പറയുന്നത്. എന്തായാലും വിവാദങ്ങൾക്കൊട്ടും കുറവില്ലാത്ത മത്സരം 3-2 റയൽ മാഡ്രിഡ് വിജയിച്ചു. വിനി ജൂനിയർ പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ കണ്ടെത്തി. കൂടാതെ ലൂക്കാസ് വാസ്കസും ജൂഡ് ബെല്ലിംഗ്ഹാമുമാണ് അവർക്കായിട്ട് ഗോൾ അടിച്ചത്. ക്രിസ്ത്യൻസനും ലോപ്പസുമാണ് ബാഴ്സലോണയുടെ ഗോളുകൾ നേടിയത്. സാന്റിയാഗോ ബെർണാബ്യുവിൽ വെച്ച് നടന്ന മത്സരത്തിൽ മുന്നേറ്റ നിരയിൽ വിനി ജൂനിയർ, റോഡ്രിഗോ, ജൂഡ് ബെല്ലിംഗ്ഹാം എന്നിവരെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടാണ് കാർലോ ആഞ്ചലോട്ടി തന്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടതെങ്കിൽ മറുഭാഗത്ത് റാഫിഞ്ഞ, ലെവൻഡോസ്കി, യമാൽ എന്നിവരെ മുന്നേറ്റ നിരയിൽ അണിനിരത്തിക്കൊണ്ടാണ് ചാവി തന്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. കളിയുടെ തുടക്കത്തിൽ തന്നെ 6ാമത്തെ മിനിറ്റിൽ തന്നെ ക്രിസ്ത്യൻസനിലൂടെ ബാഴ്സലോണ ലീഡ് എടുത്തതാണ്. പക്ഷേ 18ാമത്തെ മിനിറ്റിൽ നമ്മൾ നേരത്തെ പ്രതിപാദിച്ച പെനാൽറ്റി ലഭിക്കുന്നു. അത് വിനി ജൂനിയർ ഗോളാക്കി മാറ്റുന്നു. മത്സരം 1-1 സമനിലയിലേക്ക് പോകുന്നു. ഇടവേള സമയത്ത് കളി 1-1 സമനിലയിലാണ്. പക്ഷെ 69ാമത്തെ മിനിറ്റിൽ, രണ്ടാം പകുതിയിൽ 69ാമത്തെ മിനിറ്റിൽ ലോപ്പസിലൂടെ ബാഴ്സലോണ വീണ്ടും ലീഡ് എടുത്തു. എന്നാൽ ലൂക്കാസ് വാസ്കസ് 73ാമത്തെ മിനിറ്റിൽ റയൽ മാഡ്രിഡിനെ ഒപ്പം എത്തിച്ചു. അങ്ങനെ 2-2 മത്സരം അവസാനിക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് അവസാനത്തിലെ ഇഞ്ചുറി ടൈമിൽ ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ ഗോൾ പിറക്കുന്നത്. അതോടുകൂടി ബാഴ്സലോണ മത്സരം പരാജയപ്പെട്ടു. ഈ ഒരു പരാജയം ബാഴ്സലോണക്ക് ലാലിഗ ഹോപ്പ് പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചു എന്ന് തന്നെ പറയണം. 32 കളികളിൽ നിന്ന് 81 പോയിന്റ് ആയി കഴിഞ്ഞു റയൽ മാഡ്രിഡ്. അത്രയും കളികളിൽ നിന്ന് 70 പോയിന്റ് ബാഴ്സക്കുള്ളൂ. 11 പോയിന്റിന്റെ വ്യത്യാസത്തിൽ റയൽ മാഡ്രിഡ് കുതിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.